അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹതരുകളെ, നമ്മ പെങ്ങന്മാരെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ സുഹൃത്തുക്കളെ, യുവാക്കളെ, ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാഘോഷം ലോകമെങ്ങും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വലിയൊരു പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു വ്യക്തിയുടെ ജീവിതം സുന്ദരമാവുകയാണ് ആ വ്യക്തിയുടെ ജനമനസ്സുകൾ സൂക്ഷിക്കുക. വർഷങ്ങളേറെയായിട്ടും ലോക മുസ്ലിങ്ങളുടെ മാസാന്തരങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതിന് കാരണമാകുന്നത് അവിടുത്തെ ജീവിതം സമ്പുഷ്ടമായത് കൊണ്ട് മാത്രമാണ്. ജനമനസ്സുകളിൽ ഇടം പിടിക്കാനുണ്ടായിരുന്ന അവിടുത്തെ ജീവിതം ഒരു സാധാരണ മനുഷ്യനിലധികം 63 വർഷം കൊണ്ട് ലോകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അക്രമത്തിലും മാതൃത്വത്തിലും വിചാരത്തിലും ഒഴുകിയ ഒരു സമൂഹത്തെ കൈപിടിച്ച് ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന് സത്യസത്യ വിവേചനം നടത്തി കൊടുത്ത പുണ്യ റസൂൽ എന്തുകൊണ്ട് ഉന്നതരായി എന്നതാണ് യാഥാർത്ഥ്യം. ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നില്ലേ, ലഖദ് കാന ലക്കും ഫീ ഉസ്വതി, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഉദാത്തമായ മാതൃകയുണ്ട്. ഉദാത്ത മാതൃക എന്ന് വെച്ചാൽ ഒരു നല്ല വ്യക്തിയാണ് അല്ലാഹു മാതൃകയാക്കാൻ പറയുക. ലോകർക്ക് മുഴുവൻ മാതൃകയോഗ്യനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അവിടുത്തെ ജീവിതം എത്ര സുന്ദരമായിരിക്കണം. തീർന്നില്ല. കരുണ, സ്നേഹം തുടങ്ങി ഒരു നല്ല മനുഷ്യനുണ്ടാകേണ്ട മുഴുവനും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടാക്കും. അള്ളാഹു ലോകത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത് റഹ്മത്തിന് വേണ്ടിയാണ്. റഹ്മത്ത് എന്ന് വെച്ചാൽ സന്തോഷത്തിന് വേണ്ടിയാണ്. സന്തോഷിച്ച ഒരു ചരിത്രയിലെ സ്വഹാബികൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്, നാളെ ആഖിറത്തിൽ അവരെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കറിയാം ഈ ലോകത്തുള്ള സ്വഹാബികൾ ഒക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേറൊരു ചരിത്രമുണ്ട്. ശത്രുവിനെ കൺമുമ്പിൽ ലഭിച്ചിട്ട് വെറുതെ വിട്ടത്. ഒരു ശത്രു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുമ്പിൽ വാളെടുത്ത് ചോദിച്ചു, നിന്നെ ആരെപ്പോൾ രക്ഷിക്കും ചോദിച്ച സമയം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ, എന്റെ റബ്ബ് രക്ഷിക്കും. തദവസരം ശത്രുവിന്റെ വാൾ നിലം പതിച്ചു. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാളെടുത്ത് ശത്രുവിനോട് ചോദിച്ചു, ഞാനിപ്പോൾ രക്ഷിക്കുമെന്ന് ചോദിച്ച സമയം ശത്രുവിനും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഇതാണ് ലോകം പഠിക്കേണ്ടത്. ഇത്തരം പറഞ്ഞതിനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.